ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അഗൈൻ. ഇന്ന് നമ്മളൊരു പെരുന്നാൾ നിസ്കാരത്തിന് പോകാനുള്ള പരിപാടിയാണ്. വലിയ പെരുന്നാൾ അനുബന്ധിച്ച് നമ്മളൊരു വലിയൊരു കന്തുറ തന്നെയാണ് എടുത്തു. അതായത് ഒരു മൊറാക്കൻ സ്റ്റൈല് മോഡൽ. ഇവിടെ UAE രാവിലെ തന്നെ 5:50 കേട്ടോ നമ്മുടെ നിസ്കാരം തുടങ്ങണത്. അപ്പൊ നമ്മൾ അവല് സുബൈക്കനെ നീച്ചിട്ട് പരിപാടികൾ തുടങ്ങി. അപ്പൊ നമുക്ക് സുബൈയും പോയിട്ട് നിസ്കരിച്ചാലോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ 8 മണി 9 മണി എന്നൊക്കെ പറഞ്ഞിരിക്കണെങ്കിൽ നമുക്ക് ആ ടൈമിൽ പോയാൽ മതി. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ രാവിലെ തന്നെ നേരം വെളുക്കുമ്പോ തന്നെ നിസ്കാരം തുടങ്ങും. അങ്ങനെ അവള് പുറത്തേക്ക് ഇറങ്ങിയപ്പോ കൂരി ഇട്ട് നേരം വെളുത്തിട്ടില്ലേ. ഞാൻ വിചാരിച്ചു പുറത്തേക്ക് ഇറങ്ങിയപ്പോ കുറെ ആൾക്കാരുണ്ടാവുന്നു. എവിടെ ഈ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ. നമ്മളൊന്നും നോക്കില്ല, നേരെ പള്ളിക്ക് ലക്ഷ്യമാക്കിയിട്ട് നടന്നു. നമ്മളിപ്പോ കണ്ടാൽ യമനി ലുക്കില്ലേ. അങ്ങനെ നമ്മൾ പള്ളിയിലെത്തിട്ടോ. പള്ളിയിലെത്തിയപ്പോൾ ആൾക്കാരൊക്കെ പുറത്തു കൂടെ ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മള് റൂമിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒന്നു കൊടുത്തിരുന്നു. അപ്പൊ നമ്മൾ നേരെ ഹൗസിലേക്ക് കയറിയിട്ട് കാലൊക്കെ കഴുകിയിട്ട് ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ആൾക്കാരൊക്കെ ഏകദേശം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഏറ്റവും ഫ്രണ്ടിലെ സെഫിലൊക്കെ പോയിരുന്നു. പിന്നെ ആളുകളൊക്കെ വന്ന് നമ്മൾ നേരത്തെ ചെന്നിട്ടില്ലെങ്കിൽ പിന്നെ പള്ളിയുടെ ഉള്ളിൽ ഇരിക്കാൻ സ്ഥലം കിട്ടൂലേ. അങ്ങനെ കുറെ ആളുകളൊക്കെ വന്ന് തക്ബീറൊക്കെ ചൊല്ലി തുടങ്ങി. അതിനുശേഷം പിന്നെ ഇമാമൊക്കെ വന്ന് പിന്നെ നിസ്കാരമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നമ്മുടെ നാട്ടിലത്തെ പോലെ ഹൗസിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കാത്തു നിൽക്കണ പരിപാടി ഒന്നും ഇവിടെ അല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ നിസ്കാരം പരിപാടി കഴിഞ്ഞിട്ട് ഇമാമ് കുത്തുബ ചെല്ലുന്ന പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് അങ്ങനെ നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് വന്നിട്ടോ. ഇതാണ് ഏകദേശം ഒരു പ്രവാസിയുടെ അവസ്ഥ. ഇവിടെ നമ്മൾ രാവിലെ പെരുന്നാക്ക് മാറ്റി പോകുന്നു, നിസ്കരിക്കുന്നു, നിസ്കാരം കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് ഇനി അത് കഴിഞ്ഞിട്ട് നേരെ ഒരു കടത്തം. അത്ര തന്നെ പരിപാടിയുള്ളൂ. പിന്നെ ഉച്ചക്ക് നീച്ച് ചോറുന്നാ നീച്ച അതിനുള്ള പരിപാടി. അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പപ്സും ഒരു ബോണ്ടിയും വാങ്ങിയിട്ടോ. നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലേ. ഇനി ഇത് കഴിച്ചിട്ട് ചിലപ്പോൾ കുറങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും എണീക്കാന്നൊന്നും പറയാൻ പറ്റൂല. നമ്മൾ നേരെ ഒരു റൂമിൽ നിന്ന് കോഫി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ചായ രാവിലത്തെ നാസ്തയൊക്കെ കഴിച്ച് നമ്മൾ നാസ്തയൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് നോക്കിയപ്പോണ്ട് പുറത്തൊരു മനുഷ്യനെയും കാണാനല്ല. എന്താ ഇത് പെരുന്നാളായിട്ട് ഒരാളെയും കാണാനല്ലോ. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചെക്കന്മാരൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കലും പരിപാടിയും വീട്ടുകാർ കുടുംബക്കാർ ഇവരുടെയൊക്കെ പോയിട്ട് നല്ല ഭക്ഷണ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടായിരിക്കും നമ്മുടെ പെരുന്നാൾ ആഘോഷം. അപ്പൊ ഇതൊക്കെയാണ് ഒരു പ്രവാസിയുടെ പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ ബൈ.